നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠം ഉത്തമഗീതമാണ്. ഉത്തമഗീതം പോലും യഹൂദന്മാരുടെ പെസഹാല് വായിച്ചിരുന്നു. പറഞ്ഞാൽ നമുക്ക് ചിരി വരുമല്ലേ? സത്യമാണ്. തെളിവുകളും പുസ്തകവും പറയുന്നു. ഉത്തമഗീതം നന്നായി ക്രിസ്തുവും സഭയും കുറിച്ച് പഠിപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു പാഠമാണ്. ഫിഗറേറ്റീവ് ഫോമിൽ അതൊരു സിംബോളിക് വേയിൽ പ്രസന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു രാജാവും അല്ലെങ്കിൽ ഒരു ഇടയ കന്യകയും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ്. ഇതിന്റെ അപ്പുറത്തായിട്ട് എനിക്ക് ഏറ്റവും അനുഗ്രഹം ആയിട്ടും എന്നെ ആശ്വസിപ്പിച്ചിട്ടുള്ള അനേക കാര്യങ്ങളുണ്ട് വേദപുസ്തകത്തിൽ. അതിൻ്റെ അകത്തെ ഒന്ന് പാറയുടെ കുളർപ്പിലിരിക്കുന്ന കുറുപ്രാവി എന്നൊരു പദമുണ്ട്. അങ്ങനെയാണ് മുന്തിരിയുടെ വള്ളി തളർത്തു. അത് ഈ ലോകത്തിൽ ക്രിസ്തുവാകുന്ന പാറയിൽ കഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കുറുപ്രാവിനെ പോലെ കരയുവാൻ ബലഹീനമായിരിക്കുമ്പോൾ പിളർക്കപ്പെട്ട പാറ ക്രിസ്തു. അങ്ങനെയുള്ള അനേക സന്ദേശങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ അതൊരു അന്വേഷണ ബുദ്ധിയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും പോയെങ്കിലേ ആ ഒരു മെസ്സേജ് കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് തെറ്റിദ്ധരിക്കപ്പെടും. അതുകൊണ്ട് നമ്മൾ നോക്കുക, ഇതെന്താണ് ഇതിൻ്റെ അകത്ത്. ശലോമോൻ സ്നേഹം തേടി പോവുകയാണ്. ഇത് എഴുതുന്ന സമയത്ത് രാജാവിന് 60 ഭാര്യമാരും 80 വെപ്പാട്ടുകളും ഉണ്ടായിരുന്നു. ശലോമോന്റെ ഒരു കാലത്ത് അടുത്തുള്ള രാജാക്കന്മാരുടെ മക്കളെ എല്ലാം കല്യാണം കഴിക്കുക, അങ്ങനെ ലോകത്തിലുള്ളവരുടെ എല്ലാം ഒരു ചക്രവർത്തിയായി ജീവിച്ചപ്പോൾ പുള്ളി അത് എടുത്തു എന്നാണ്. എന്നാൽ ഇതിലൊന്നും സംതൃപ്തി കിട്ടില്ല, സ്നേഹമൊന്നും അവിടെയല്ല. അപ്പോൾ യഥാർത്ഥ സ്നേഹം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത് അത് ക്രിസ്തുവിൽ കൂടെയാണ്. അതും കൂടെ മനസ്സിലാക്കണം. ഇതൊരു പദ്യവും അത് വളരെ ഫിഗറേറ്റീവായിട്ട് എഴുതിയിരിക്കുന്നത് കൊണ്ടും അതിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം മാത്രം ഗ്രഹിച്ചാൽ ഒന്നും മനസ്സിലാകില്ല. ഒരു പ്രേമകാവ്യം അത്ര മാത്രമേ ഉള്ളൂ. എന്നാൽ അതിനപ്പുറത്ത് ഇതൊരു ആത്മീയ കാവ്യമാക്കി മാറ്റണമെങ്കിൽ ദൈവവും നാമും തമ്മിലുള്ള സ്നേഹം അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ശലോമോൻ എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ നിന്ന് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ആത്മമണവാളൻ ക്രിസ്തു എന്ന് നമുക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ പറ്റിയ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റിയ പുസ്തകമാണ്. ശാരീരികവും മാനസികവുമാകുന്ന ആ സ്നേഹത്തിന്റെ ഒരു സ്നേഹബന്ധത്തിൽ വരുമ്പോൾ ശാരീരികവും മാനസികവുമായി ആ സ്നേഹം എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഈ രാജാവ് ഈ കന്യകയെ കൊണ്ടുവരണം, കന്യകയ്ക്ക് വേറെ ഇടയനെ സ്നേഹമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ആ പ്രയോഗങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകാതെ ക്രിസ്തു എന്ന ആത്മമണവാളനെ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നതും ഒക്കെ നമുക്ക് ബന്ധപ്പെടുത്തുവാൻ പറ്റിയ പുസ്തകമാണ് ഈ പുസ്തകം. ഇതിൻ്റെ അകത്തെ ഈ ക്രിസ്തു നമ്മുടെ ആത്മമണവാളൻ, ദൈവത്തിന്റെ സഭ രക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തുവിനെ രക്ഷകനെ രക്ഷിതാവുമായി സ്വീകരിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഒരു മണവാട്ടിയായി തീരുവാൻ വരും. ആ മണവാളനും മണവാട്ടിയും ആ വിവാഹ നാളിലേക്ക് എങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവിടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം, അങ്ങനെ അതിനുവേണ്ടി വേർതിരിക്കപ്പെട്ട സെറ്റപ്പാട്ട് കരപൂർണം ചെയ്ത പൗത്രീകരിക്കപ്പെട്ട ഒരവസ്ഥ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇങ്ങനെയുള്ള അനേക കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തന്നെ ഒരുക്കം, ജഡപ്രകാരമുള്ള ഒടുക്കങ്ങളെക്കുറിച്ചും ശാരീരിക വർണ്ണനകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്തൊന്നും നിങ്ങൾ കൂടുതൽ പോകരുത്. അതല്ല ഉദ്ദേശിക്കുന്നത്. അതിലും ആത്മീയ അർത്ഥമുണ്ട്. ഒരു സഭയ്ക്ക്, ഒരു വ്യക്തിക്ക് അടിതൊട്ട് പൊടി വരെ യാതൊരു കുറവുമില്ലാത്ത ഒരാളായിരിക്കണം എന്നല്ലേ നാം ആഗ്രഹിക്കുന്നത്. വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആകട്ടെ, അവരെ കുറിച്ച് ഏതെല്ലാം കാര്യത്തിൽ അവരുടെ ഒരുപാട് കുറവുകളുണ്ടെങ്കിൽ അവർ അവഗണിക്കപ്പെടും, തള്ളപ്പെട്ടു പോകും. കുറവില്ലാത്ത ഒരാളെ വേണമെന്ന് അങ്ങനെ ഉണ്ടോ ഇല്ലയോ ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല എന്ന് പ്രസംഗിക്കുന്ന ഞങ്ങൾ പറയാറുണ്ട്. ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാം ശാരീരികവും മാനസികവുമായ ശുദ്ധി ഉണ്ടായിരിക്കണം. അങ്ങനെ ശുദ്ധി എങ്ങനെ ഉണ്ടായിരിക്കണം? മനസ്സിന് ശുദ്ധി ഉണ്ടായിരിക്കണം, പുറമേ ഉണ്ടായിരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇത് വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ദൈവവുമായിട്ടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞു ലോകത്തിലുള്ള ഒന്നിനെ സ്നേഹിക്കരുത്. അപ്പോൾ ആ സ്നേഹം അപ്പൊ പറയുമ്പോൾ ഈ ലോക സ്നേഹത്തെ ഈ ഫിലോ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിനാലാണ് എഴുതുന്നത്. എന്നാൽ അഗാപ്പെ എന്ന് പറയുന്ന ഒരു സ്നേഹമുണ്ട്, ദൈവസ്നേഹം. ദൈവം നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സൃഷ്ടാവ് സൃഷ്ടിയെ സ്നേഹിക്കുന്നു. ദൈവം തൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള മഹത്വമുള്ള മഹനീയമായ
ആ സൃഷ്ടിയെ, തന്റെ സൃഷ്ടികർമ്മമായ മനുഷ്യൻ, അവന്റെ പാപം, അവന്റെ തെറ്റ്, അവന്റെ മോചനം, അവന്റെ വീണ്ടെടുപ്പ്, അവന്റെ നിത്യത, അവനോടുകൂടെ സഹവാസം, ഇങ്ങനെയുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷൻ, പ്രദർശനങ്ങളെ കുറിച്ച് വചനം പറയുന്നുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഗപ്പയ സ്നേഹം. യേശുക്രിസ്തു പറഞ്ഞു, ലോകത്തിലുള്ളവരെ സ്നേഹിക്കരുത്. എനിക്ക് പണ്ട് ഇത് മനസ്സിലായില്ല. എന്താ യേശു പറയുന്നത്? പിന്നെ ആരെയും സ്നേഹിക്കണ്ടേ? അപ്പനെ സ്നേഹിക്കാൻ ഒക്കെ ഇല്ല, അമ്മയെ സ്നേഹിക്കാനൊക്കെ. അപ്പൊ നിങ്ങൾ പറയുന്ന ഇത് പറയാൻ പറ്റുന്നത് ഒന്ന് ശ്രദ്ധിക്കേ. യേശു പറഞ്ഞത് എനിക്ക് മനസ്സിലായത് പിന്നെ. കാരണം ഞാൻ എൻ്റെ അപ്പനെ സ്നേഹിച്ചിരുന്നു, എൻ്റെ അപ്പൻ മരിച്ചത് ഇന്ന് ഞാൻ ഓർക്കുന്നു. എൻ്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു, ഇന്നും എൻ്റെ അമ്മ മരിച്ചതും അത് ഞാൻ ഓർക്കുന്നു. ഞാൻ സ്നേഹിച്ച, ഈവൻ ഒരു കാറ് നമ്മൾ വാങ്ങി 10 വർഷം ഉപയോഗിച്ചതിന് ശേഷം കേടാകുമ്പോൾ അത് കളയാൻ പോലും നമുക്ക് മനസ്സനുവദിക്കില്ല. 10 വർഷം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് അതിനോട് എന്തോ ഒരു അടുപ്പം. അപ്പൊ ലോകത്തിലുള്ളതിനെ എന്ത് സ്നേഹിച്ചാലും അതിനെ വിട്ടുപിരിയണം എന്നുള്ള ഒരാശയങ്ങളുണ്ട്. അപ്പൊ ലോകത്തിലുള്ള സ്നേഹമെല്ലാം പ്രേമ നൈരാശ്യം ഉണ്ടാക്കുന്നതാണ്. എന്നാൽ യേശുവിനെ കുറിച്ചോ ദൈവത്തെക്കുറിച്ചോ നാം ഇന്ന് കേട്ടുള്ള അറിവുകളും ആത്മക്കണ്ണുകളാലുള്ള അറിവുകളുമാണ് യേശുവിനെ കുറിച്ചുള്ളത്. എന്നാൽ ഒരു ദിവസം യേശു പ്രത്യക്ഷപ്പെടും. നാം യേശുവിനോട് താമസിക്കാൻ പോകുമ്പോൾ ആ സ്നേഹത്തിന് ഭംഗുരം വരുന്നില്ല. ആ സ്നേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അത് നീണ്ടു നിൽക്കുന്നു. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു സ്നേഹം ഈ ലോകത്തിന്റെ സ്നേഹമല്ല, യേശുവിനോടുള്ള സ്നേഹം. അതേ പഠിപ്പിക്കാനും പറ്റിയൊരു പുസ്തകമാണ് ഈ ഉത്തമഗീതം, ഗീതങ്ങളുടെ ഗീതം. അതിൻ്റെ അകത്തെ വിഷയം പ്രേമബദ്ധരാകുന്ന 2 വ്യക്തികൾ, സ്നേഹത്തിനായിട്ടുള്ള മണവാട്ടിയുടെ വാഞ്ച, പരസ്പരം സ്നേഹം പങ്കുവെക്കുന്നു, മണവാട്ടിയെ രാജാവ് സന്ദർശിക്കുന്നു, വേർപിരിയുന്നതിനെ കുറിച്ച് മണവാട്ടിയുടെ സ്വപ്നം, സ്നേഹത്താൽ ബന്ധിക്കപ്പെടുന്നു, വിവാഹ ഘോഷയാത്ര, മണവാട്ടിയുടെ സൗന്ദര്യത്തെ പറ്റിയുള്ള വർണ്ണന, വിവാഹം പൂർത്തീകരിക്കപ്പെടുന്നു, സ്നേഹത്തിന്റെ പ്രതിസന്ധികൾ, വേർപിരിയുന്നതിനെ കുറിച്ചുള്ള ആ സ്വപ്നം, മണവാളന്റെ സൗന്ദര്യം, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളാണ് ഇത് പറയുന്നത്. ഇതിൻ്റെ അകത്തെല്ലാം യേശു ക്രിസ്തു നമ്മുടെ മണവാളൻ എന്നുള്ളതാണ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ, ഒരു കൺക്ലൂഷനുകളും വേണ്ട. അപ്പോസ്തലനായ പൗലോസ് ഇത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി, എന്ന് വെച്ചാൽ ജഡത്തിലും മനസ്സിലും എല്ലാത്തിലും നിർമ്മല കന്യകയായി ഞാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അതാണ് നല്ല ഫിഗറേറ്റീവ് ഫോം. അപ്പൊ ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിന് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ഹവ്വ എന്ന് പറയുന്ന നമ്മുടെ ആദ്യ മാതാവിനെ സർപ്പ പിശാചായി കടന്നു വന്ന് ഉപായത്താൽ ചതിച്ചതുപോലെ ദൈവത്തിൽ നിന്നുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നാം വഷളായിട്ട് ലോകത്തിൽ പോകുമോ എന്ന് ഭയപ്പെടുന്നു എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്നാ? ഹവ്വായെ എപ്പോഴും ചോദിക്കുവാൻ, പറയുവാൻ തന്റെ ഹാൻഡ്സ് ഓണിൽ, എന്ന് വെച്ചാൽ കൈയെത്തുന്ന ദൂരത്തിൽ ദൈവത്തെ അനുഭവിച്ചതായിട്ടാണ് വേദോസം പറയുന്നത്. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ അദർശനായ ദൈവത്തെ ആത്മക്കണ്ണുകളാലല്ല അവർ കണ്ടുകൊണ്ടിരുന്നത്. അവർ കണ്ടുകൊണ്ടിരുന്നത് ദൈവം അവരെ അടുത്ത് നേരിട്ടുള്ള കമാൻഡ് കൊടുത്ത കാലത്ത് ആ ദൈവശബ്ദത്തെക്കാട്ടിലും തങ്ങളെ മാറി വന്ന് പിശാച് ഒരു സ്നേഹിതനെ പോലെ ഒരു പാമ്പിലൂടെ കടന്നു വന്ന് ഓതിക്കൊടുത്ത അത് കേട്ട് തെറ്റ് ചെയ്ത് ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും ഒരു മൂന്നാമനിലേക്ക് പോയി. എന്നുവെച്ചാൽ താനെ പിതാവ്, പുത്രപരിശുദ്ധാത്മാവ്, തന്റെ ഭർത്താവ്, ഇവരിൽ നിന്നെല്ലാം അകന്ന് പോകത്തക്കോണം മറ്റൊരു ഒരു പൈശാചികമാകുന്ന സർപ്പ ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ ഒരു ചതിവായിപ്പോയി. അങ്ങനെ ചതിവിടാതിരിക്കണം. അതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രലോഭനങ്ങളെ കീഴടക്കുവാൻ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വികാരങ്ങൾക്ക് കടിഞ്ഞാനിടുവാൻ, കുറച്ചുകൂടെ പറഞ്ഞാൽ ഫീലിങ്ങിന് അടിമയാകാതെ, അനേകം ഫീലിങ്ങിന് അടിമയായിപ്പോകും. കമ്മിറ്റ്മെന്റിനെയും നമ്മുടെ അവസ്ഥയിൽ നല്ലൊരു ചെറുപ്പക്കാരനാണ്, വിവാഹം കഴിച്ചതാ. വിവാഹം കഴിച്ചപ്പോൾ കുഞ്ഞുണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആരും ജോലി സ്ഥലത്ത് ദൂരെ ചെല്ലുമ്പോൾ മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ അവളിൽ അനുരാഗിയായിട്ട് തന്റെ കമ്മിറ്റ്മെന്റ് മറന്നു പോയാൽ എന്തൊരു തെറ്റാണ്. അതുപോലെ തന്നെ തങ്ങളുടെ നിലയും വിലയും മനസ്സിലാക്കാതെ മറ്റുള്ള സഹജീവികളോട് പെരുമാറുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്? പിശാചിന് പറ്റിയത് എന്താ? അവനൊരു ദൂതനായിരുന്നു ദൈവസന്നിധിയിൽ.
ലൂസിഫർ. അവൻ മനോഹര രൂപിയായി നല്ലതായിട്ട് അവന് കൊടുത്തൊരു സ്ഥാനം ദൈവ സാന്നിധ്യത്തിനുണ്ടായിരുന്നു. ആ പലപ്പോഴും ദൈവത്തിന്റെ അടുക്കൽ തെറ്റ് ചെയ്തിട്ട് കയറി ചെന്നത് ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. പിശാച് ഒരു ദൈവത്തെ കാണാൻ ചെന്നത്. അപ്പൊ അതിൽ നിന്ന് പോകാനുള്ള കാരണം എന്തോ? അവന്റെ ജീവിതത്തിലുണ്ട് അഹങ്കാരം. ഇത്രയേ ഉള്ളൂ. തങ്ങളുടെ വാസസ്ഥലം വിട്ടുപോയി അനുസരിക്കാത്ത ദൂതന്മാർ എന്നൊരു പ്രയോഗം വചനത്തിലുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ ക്രിസ്തു എന്ന ആത്മമണവാളന് സഭയാകുന്ന മണവാട്ടിയാകുന്ന നമ്മളുടെ അംഗമാകുന്ന നമ്മൾ ഏകാഗ്രത, നിർമ്മലത, ആ പരിശുദ്ധി, ആ നമ്മൾ വേർതിരിക്കപ്പെട്ട, നമ്മളെ കരപൂർണം ചെയ്ത, ഇല്ലെങ്കിൽ നമ്മെ പൗത്രീകരിച്ച് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ള ഉത്തമ ബോധനത്തോട് നമ്മുടെ അത് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അങ്ങനെ ചെയ്യുവാൻ സഹായിക്കുവാൻ തക്കോണം ഈ പ്രേമകാവ്യം ഉപയോഗിക്കാൻ ദൈവം ഇടയാക്കട്ടെ. മനസ്സിലാക്കുക, അർത്ഥം ആത്മീയ എടുക്കുക, അല്ലാത്ത അർത്ഥത്തിലേക്ക് പോകാതെ ധ്യാനിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. The Song of Songs. It's a well-known but not so well understood book of the Bible. It's 8 chapters of love poetry. And while there is an introduction and a conclusion, the book doesn't have any kind of rigid literary design, and that's because it's a collection of poems. They're not meant to be dissected or taken apart. They're meant to be read as a flowing whole and simply enjoyed. The first line of the book tells us that it's the Song of Songs, which is a Hebrew idiom like the Holy of Holies or the King of Kings. It's a Hebrew way of saying the greatest thing. So this is the greatest song of all songs. Then we're told in the first line that this Song of Songs is of Solomon, which could mean that he is the author. His name does begin the book, after all. But as you read the poems, you discover that the main voice is that of a woman called the Beloved. And while there is also a male voice, it does not seem to be Solomon's. Solomon is mentioned a couple times in the poems, but he's never a speaker. And you do have to admit, Solomon is a very odd candidate as the author of this book, given the fact that he had 700 wives. For the lovers in the Song of Songs, they are the only ones in the world for each other. So the of Solomon likely means in the wisdom tradition of Solomon. He was known for his wisdom, his poetry, his love of learning about every part of life. And Solomon became the father of wisdom literature in Israel. And so his legacy is here carried on through a collection of love poems that explores the human experience of love and sexual desire. The opening poem introduces us to the basic theme of this book. We hear the voice of the young woman who delights in her man, a shepherd. Now, she's not married to him yet, but it becomes clear that they're engaged and they cannot wait to be together. From the introduction, the poems flow back and forth from the woman's voice to the man's, shifting from scene to scene without any kind of clear linear sequence or storyline. The poems move in these symphonic cycles, and key images and ideas get repeated and developed. So, one of the basic themes uniting the poems is the intense desire that this couple has for each other, expressed through their constant seeking and finding. So after the opening poem, they're separated but on the hunt for one another. So the woman calls out, or she'll wake up from a dream or go looking for her lover, and more than once they'll find each other, they'll embrace, and then right when things start to get a bit racy, the scene will suddenly end, and a new one will start. They're separated, looking for each other, and on it goes. Another repeated theme is the joy of the couple's physical attraction for one another. So multiple times they'll pause and describe each other with these elaborate metaphors. And here it's very helpful to know that these images and metaphors in Hebrew poetry are not primarily visual. If you try and paint a picture of these people based on the metaphors, you will end up with something that looks very, very strange. What you're supposed to do is reflect on the meaning of these images as they relate to the man and the woman. So you'll read through the poetic cycles, and the tension will keep building in their desire and joy and attraction. And this spiraling repetition is a poetic way of heightening and focusing on the mystery and power of sexual love. It all comes together in the conclusion, which pauses to summarize what these poems are all about. Love is as strong as death. Its passions are as severe as the grave. Its flashes are of fire, a divine flame. Many waters cannot extinguish love. Rivers cannot sweep it away. If one were to give all the wealth of one's house for love, he would be utterly scorned. The poem highlights the power and the intensity of love, how it's both beautiful but also dangerous. Like fire, love can destroy people if it's abused, or be life-giving if it's protected.
Ultimately, love expresses the insatiable human longing to know and be fully known and desired by another. Love is one of the most transcendent and mysterious experiences in human life, and as a part of the Bible's wisdom tradition, this book says it's a gift from God. After this, there's an odd poem about Solomon trying to do what the previous poem just said was impossible, to buy love. The woman rejects Solomon's offer, and then the book concludes with the man and the woman. They're separate once more on the hunt for each other. He calls to hear her voice, she begs him to run away with her, and that's how the book ends. Just totally open-ended. But that's a lot like love, which never truly concludes, because there's always more to discover and pursue in your beloved. And so true love has no end, and neither does this book. Now, through history, the big question raised by the Song of Songs is, what on earth is love poetry doing in the Bible? There have been three main interpretations of this book throughout history. In Jewish tradition, it's been read as an allegory, each character a symbol. So the woman is Israel, the man is God, and their love is a symbol of the covenant between God and Israel made at Mount Sinai and the giving of the Torah. This view flowed into the Christian tradition, but the characters were swapped. So it's about Christ's love for his people, the church. And this interpretation was inspired by Paul's words in Ephesians 5, that a Christian husband's love for his wife is a symbol of Christ's love for the church. What's interesting is that in the last 100 years, archaeological discoveries among Israel's ancient neighbors in Egypt and Babylon has turned up all kinds of ancient love poetry that's very similar in language and imagery to the Song of Songs. We see that love poetry was a meaningful part of Israel's cultural environment, which has led most scholars today to view the Song of Songs as what it presents itself to be, an arrangement of Israelite love poetry reflecting on the divine gift of love. But that doesn't mean that it's only ancient love poetry. There's a key feature of these poems that sticks out when you read them as a part of the Old Testament, and that's the overwhelming use of garden imagery. There are powerful echoes of the Garden of Eden and the idyllic scene between the married couple in the early chapters of Genesis. So the image of the man and the woman naked and vulnerable, but completely unified and safe with one another. This resonates in the background of the Song of Songs. It's as if in these poems we are witnessing the love of a couple whose relationship is untainted by selfishness and sin. And so ultimately the song holds out hope that even though our own relationships are so often distorted by selfishness, love is a transcendent gift, and it's meant to point us to something greater, to the gift of God's love that will one day permeate and transform his beloved world. And that's what the Song of Songs is all about.